സ്വാഗതം. ആരംഭിക്കുന്നു 50 മണി വാർത്ത. നോക്കാം ആദ്യം തലക്കെട്ട്. ഡൽഹി സമരക്കാരെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും. കുറ്റങ്ങൾ കലാപാഹ്വാനം, സ്ത്രീകളെ അപമാനിക്കൽ തുടങ്ങിയവ. അറസ്റ്റ് CPI നേതാവ് ടി.ജി. ജിസ്മോന്റെ പരാതിയിൽ. കണ്ണൂരിലെ കൊട്ടേഷൻ തലവൻ ഇന്നലെ അറസ്റ്റിലായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പക്കുറ്റം ചുമത്തും. നിലവിലുള്ളത് 23 കേസുകൾ. കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച. ലോഡ്ജിൽ തങ്ങാൻ സഹായിച്ചവർ പോലീസ് നിരീക്ഷണത്തിൽ. ആയങ്കിയുടെ സോഷ്യൽ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്നെന്ന് സംശയിക്കുന്ന വിഷ്ണു ഒളിവിൽ. ഇടവേളയ്ക്ക് ശേഷം അമിത്ഷാ ഇന്ന് പാർലമെന്റിലെത്തിയേക്കും. ജന്തർ മന്തർ പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷം പ്രസ്താവന ആവശ്യപ്പെടും. സഭകൾ പ്രക്ഷുബ്ധമാകാൻ തന്നെ സാധ്യത. കേരളത്തെ കേരളമാക്കുന്ന ബില്ലും അവതരിപ്പിച്ചേക്കും. ഓഗസ്റ്റ് 12 വരെ സഭയിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് കോൺഗ്രസ് എംപിമാർക്ക് വിപ്പ്. ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷികളോടും സഭയിലെത്തണമെന്ന ആവശ്യം. മുതലപ്പൊഴിയിലെ ഷിജിനും പുല്ലുവിളയിലെ ജോണും നീണ്ടകരയിലെ ഗൗതവും കടലിൽ വീണിട്ട് ഇന്ന് 11 ദിവസം. തെരച്ചിൽ ഇന്നും തുടരും. നേവിയും സ്കൂബ ഡൈവിംഗ് സംഘവും രംഗത്ത്. കോസ്റ്റ് ഗാർഡും തെരച്ചിലിൽ സജീവം. പള്ളിയുടെ പേരിൽ വിശ്വാസികൾ തമ്മിൽ തല്ലിയ പിറമാടം പള്ളിയിൽ സമവായ ശ്രമങ്ങൾ ആരംഭിച്ചു. പള്ളി അതീവ സുരക്ഷയിൽ. മുതിർന്ന വൈദികരുമായി ചർച്ച നടത്താൻ പോലീസിന്റെ നീക്കം. ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങൾ വഴങ്ങുമോ എന്നത് നിർണായകം. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ് ആരോപണങ്ങൾ ചർച്ചയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും വിലയിരുത്തലുകളും ചർച്ച ചെയ്യുകയും അജണ്ടയിൽ. സംസ്ഥാന സർക്കാരിനെതിരായ സമര പരിപാടികളും ആലോചിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ ശക്തിപ്പെടുന്നു. LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സമരം കൂടുതൽ ശക്തമാകും. അധ്യാപകരാവാൻ കൊതിച്ചു പഠിച്ചവർ ഇന്ന് ചിതയൊരുക്കി പ്രതിഷേധിക്കും. സമരസമിതി നേതാവ് വളർമതി നിരാഹാരവും തുടരുന്നു. പിന്തുണയുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ. പശ്ചിമേഷ്യൻ തർക്കത്തിൽ മുൻ നിലപാടിൽ അയഞ്ഞ അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായി തുറന്നാൽ പുതിയ ആണവ കരാർ വേണ്ടെന്ന് ഇറാനോട് നിലപാട്. കടുത്ത ഉപാധികളുമായി ഇറാന്റെ മറുപടി. ഉപരോധങ്ങൾ പിൻവലിക്കണം. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതി പാളുന്നു. പദ്ധതിയുടെ ആദ്യ മാസത്തിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞെന്ന് റിപ്പോർട്ട്. ജൂലൈ മാസത്തിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ 49.94% ഇടിവ്. അമേരിക്കയ്ക്ക് വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ ഇല്ലാതാക്കുമെന്ന് ഇറാൻ സൈനിക മേധാവി. ഏത് തിരിച്ചടിക്കും തയ്യാറെന്നും ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി ഇസ്ലാമിക് നാറ്റോ സഖ്യം. സൗദി, തുർക്കി, പാകിസ്ഥാൻ സൈനിക സഹകരണം വെല്ലുവിളിയാകുമെന്ന ആശങ്ക. തുർക്കിയുടെ സൈനിക സാങ്കേതിക വിദ്യ പാകിസ്ഥാന് ലഭ്യമാവാൻ സാധ്യത. അമേരിക്കയിൽ നിന്നകലാൻ പുതിയ തന്ത്രം മെനഞ്ഞ് സൗദി അറേബ്യ. ഡൊണാൾഡ് ട്രംപുമായി പൂർണ്ണമായി തെറ്റി നെതന്യാഹു. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കില്ല. ഇറാൻ യുദ്ധത്തിലും ഇരു രാജ്യങ്ങൾക്കും 2 നിലപാട്. വിശദമായി നമ്മൾ കടക്കുകയാണ്. 9 മണിയിലേക്ക് വരുമ്പോൾ വിദേശ വാർത്തകൾ, അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് തന്നെ വിശദമായി കടക്കാം. ട്രംപുമായി പൂർണ്ണമായി തെറ്റി നെതന്യാഹു. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കില്ല എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അദ്ദേഹം പരസ്യ നിലപാടെടുത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതോടുകൂടി
ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഇരു രാജ്യങ്ങളും വേർപിരിയുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അതേസമയം ഹോർമുസ് അടക്കമുള്ള മറ്റു വിഷയങ്ങളിലും ഇറാന്റെ പുതിയ നീക്കങ്ങളും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് കൂട്ടുകെട്ട്, ഇത് ലോകക്രമത്തിൽ തന്നെ പല രാജ്യങ്ങളുടെയും വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പുതിയ നീക്കങ്ങൾക്കൊക്കെ തുടക്കമിട്ടതാണ്. അപ്പോൾ രണ്ട് നേതാക്കളും വേർപിരിയുന്നു എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഈ ഗാസ വിഷയത്തിൽ മാത്രമാണോ രണ്ട് ചേരിയിലേക്ക് പോകുന്നത്? സൈത്ത്, ഗസയിൽ മാത്രമല്ല പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പോലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ട്രംപും നെതന്യാഹുവും രണ്ട് വഴിക്ക് പോകുന്നു എന്ന കാര്യം വ്യക്തമാണ്. നെതന്യാഹു വളരെ പരസ്യമായി തന്നെയാണ് ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് നേരത്തെ ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പലസ്തീനുമായി നടത്തേണ്ട ഒരു 15 സമാധാന കരാർ കൊണ്ടുവന്നിരുന്നു. ഇസ്രായേലും പലസ്തീനുമായി നടത്തേണ്ട ഉടമ്പടിയാണ്. പക്ഷേ അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ, ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് യോഗത്തിൽ നെതന്യാഹു അത് പൂർണ്ണമായി തള്ളി. മന്ത്രിമാരെ അക്കാര്യം അറിയിച്ചു. പിന്നീട് വാർത്താ സമ്മേളനത്തിലും അക്കാര്യം അത് നെതന്യാഹു തുറന്നു പറയുകയും ചെയ്തു. ട്രംപ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മുഴുവൻ തള്ളിക്കളയുകയാണ്. ഇത് എത്രമാത്രം അമേരിക്കയെ ചൊടിപ്പിക്കും, അല്ലെങ്കിൽ ട്രംപിനെ ഇത് എത്രമാത്രം അലോസരപ്പെടുത്തും എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി വരേണ്ടതാണ്. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ ചില വാക്പോരുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പശ്ചിമേഷ്യൻ സമാധാനത്തിന് വേണ്ടി ട്രംപ് കൊണ്ടുവന്ന സമാധാന കരാർ, അത് സ്വിറ്റ്സർലാൻഡിൽ ഒപ്പുവെച്ച കരാറാണ്. അതിൻ്റെ ഭാഗമായി ലെബനനിലേക്ക് ഉൾപ്പെടെ ആക്രമണം ഇസ്രായേൽ നടത്തരുത് എന്നുള്ളതായിരുന്നു. അതായത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്കും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കും ഒക്കെ തന്നെ, യമനിലേക്ക് അടക്കം, അതായത് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളാണ്, അവിടെയൊക്കെ അടക്കം അങ്ങനെ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചതാണ്. അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ഈ കരാർ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി. 2 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 16ഓളം പേർ കൊല്ലപ്പെടുന്ന നിലയുണ്ടായി. ഇതിൽ കുട്ടികളടക്കം കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ട്രംപ് ക്ഷുഭിതനാവുകയും നെതന്യാഹുവിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകുമ്പോൾ അതിനെതിരെ ഏത് ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാലും അതിനെ തടയേണ്ടി വരും, അതിനെ ആ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും എന്ന തരത്തിലൊരു ശാസനയുടെയോ അല്ലെങ്കിൽ ഭീഷണിയുടെയോ സ്വരത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകൾ ഉണ്ടായത്. എന്നാൽ നെതന്യാഹു അതിനെ നേരിട്ട രീതി അന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിൽ താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ അധികാരവും നയങ്ങളും തീരുമാനവും ഒക്കെ തന്നെ താൻ കൈക്കൊള്ളും എന്ന ഒരു കാര്യം അസന്നിഗ്ധമായി പറയുകയായിരുന്നു നെതന്യാഹു. ആ ഘട്ടം മുതൽ തന്നെ ഇരുവരും തമ്മിലുള്ള ഉരസൽ പ്രകടമായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടന്നു. എന്നാൽ എല്ലാ ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആവശ്യം കരയുദ്ധത്തിലേക്ക് പോകണം, ഇറാനെ അടിച്ച് നിലംപരിശാക്കണം, അവരെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം. ആ തരത്തിൽ സൗദിയോടൊപ്പം ചേർന്ന് സൗദിയുടെ കൂടി ആവശ്യമായി അത് അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ട്രംപിനെ പല ഘട്ടങ്ങളിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ട്രംപും നെതന്യാഹുവും രണ്ട് വഴിക്ക് പിരിയുന്നു. വളരെ പരസ്യമായി തന്നെ ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനുള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം സജിത്ത്. ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ നെതന്യാഹുവിനൊപ്പമുള്ള മന്ത്രിമാർ തീവ്ര നിലപാടുള്ളവരുണ്ട്. അവർ ഇറാൻ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇറാനെ നശിപ്പിക്കണം എന്ന നിലപാടുമായി തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള മന്ത്രിമാർ നിലകൊള്ളുന്നത്. അത് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കുന്നു. തൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവാതിരിക്കാൻ വേണ്ടി ഇറാനെതിരെയുള്ള ആക്രമണവുമായി മുന്നോട്ട് പോകണം എന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ്. അവിടെയാണ് അമേരിക്കയ്ക്ക് മറ്റൊരു അഭിപ്രായമുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന നിലപാടുള്ള ആളുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ട്രംപിനെ മറ്റൊരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നതും. ഏതായിരുന്നാലും പശ്ചിമേഷ്യയിൽ വേറൊരു ഡെവലപ്മെൻറ്റ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒമാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സമാന്തര കപ്പൽപാത, അതിലേക്ക് ഇറാൻ അടുക്കുന്നു. ആ ഒരു തീരുമാനത്തിൽ ധാരണയാവുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു സമാന്തര പാത വരുന്നതിൽ ഇറാൻ എതിർപ്പില്ല. അതേസമയം ഹോർമൂസിൽ നേരത്തെ ഉള്ള പാതയുണ്ട്. ആ കാര്യത്തിൽ അമേരിക്കയുടെ അധീശത്വം പാടില്ല, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്ന നിലയ്ക്കാണ്. മാത്രമല്ല അമേരിക്കയുടെ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. ഇറാൻ അവിടെ ഫീസ് പിരിക്കില്ല, അതായത് ചുങ്കപ്പിരിവ് നടത്തില്ല. അങ്ങനെ ഒരു ഉറപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരുമിച്ചിരുന്നുള്ള ചർച്ചയില്ലെങ്കിൽ പോലും ഈ മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. അങ്ങനെ ചില പോസിറ്റീവായ കാര്യങ്ങൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ കുറേയൊക്കെ ലഘൂകരിക്കപ്പെടുകയാണ്. അവിടെയാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള പോര്, അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള നെതന്യാഹുവിൻ്റെ നിലപാട് ശ്രദ്ധേയമാകുന്നത്. സജിത്ത്.
അതാണ് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഇതിനിടയിലാണ് ഈ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ അകലുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പശ്ചിമേഷ്യയിൽ മറ്റു ചില നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കയവുവരുത്താൻ നിർണായകമായ ചില നീക്കങ്ങൾ അമേരിക്കയും നടത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറായാൽ പുതിയ ആണവ കരാർ വേണമെന്ന ഉപാധി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. എന്നാൽ ഉപരോധങ്ങൾ പിൻവലിക്കലും കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഇറാൻ നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ വീണ്ടും ഈ ചർച്ചകളും പ്രതിസന്ധിയിലായി എന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ തുടരുന്ന തർക്കങ്ങളിലാണ് ഈ ഒരു പുതിയ വഴിത്തിരിവുണ്ടാവുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാനും ലക്ഷ്യമിട്ട് നിർണായകമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് ഭരണകൂടം ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ ശ്രമമാണ് ഫലം കാണാതെ ഇപ്പോൾ നിൽക്കുന്നത്. ഇറാനുമായി പുതിയ ആണവ കരാർ വേണമെന്ന നേരത്തെയുള്ള കർശന നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നൽകുന്ന ചില സൂചനകൾ. ഹോർമുസ് കടലിടുക്കൂടിയുള്ള എണ്ണക്കപ്പലുകളുടെ സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതിനാണ് ഇപ്പോൾ വാഷിംഗ്ടൺ മുൻഗണന നൽകുന്നത്. മുൻപ് നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നു. ഇനി അതുകൊണ്ട് തന്നെ ഇറാൻ ആണവശേഷി പുനർനിർമ്മിച്ചാൽ ശ്രമിച്ചാൽ തന്നെ US-ന്റെ ഇന്റലിജൻസിന് ഇത് എളുപ്പത്തിൽ കണ്ടെത്താനാകുമെന്നും അതിനാൽ നിലവിൽ അടിയന്തരമായ ഒരു ആണവ കരാറിന്റെ ആവശ്യമില്ലെന്നും ട്രംപിന്റെ ഉപദേശകർ കരുതുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തിന് തടസ്സമായി ഇറാൻ ചില പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവയാണ്: അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധവും പൂർണ്ണമായി അവസാനിപ്പിക്കുക, അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായി പിൻവലിയുക, യുദ്ധക്കെടുതികൾക്ക് പകരമായി വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയാണ് ആവശ്യങ്ങൾ. ആഗോള ഇന്ധന വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്കാണ് നീക്കിവിട്ടിരിക്കുന്നത്. ഇറാൻ ഉപാധികൾ കടുപ്പിച്ച സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇനി എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ ബാക്കി സമാധാന സാധ്യത. മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച VBG റാംജി പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയുകയാണ്. പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ മാസമായ ജൂലൈയിൽ മുൻ വർഷത്തെ ഇതേ മാസത്തെ അപേക്ഷിച്ച് തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ 49.94% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 2026 ജൂലൈയിൽ 7.67 കോടി തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ 2025 അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 15.33 കോടി ഉണ്ടായിരുന്നു. തൊഴിൽ തേടിയെത്തിയ ഗ്രാമീണ കുടുംബങ്ങളുടെ എണ്ണത്തിലും 51.45% കുറവുണ്ടായിട്ടുണ്ട്. 2025 ജൂലൈയിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1.42 കോടി കുടുംബങ്ങൾ തൊഴിൽ തേടിയപ്പോൾ 2026 ജൂലൈയിൽ ഇത് 68.94 ലക്ഷമായി ചുരുങ്ങിപ്പോയി. കഴിഞ്ഞ 4 വർഷങ്ങളിലെ ജൂലൈ മാസങ്ങളുടെ ശരാശരി തൊഴിൽ ദിനങ്ങളുടെയും കുടുംബങ്ങളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ പുതിയ പദ്ധതിയുടെ ആദ്യ മാസത്തെ കണക്കുകൾ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. പുതിയ പദ്ധതി നടപ്പിലാക്കിയത് മൂലം ഗ്രാമീണ ജനങ്ങളുടെ ഉപജീവന സുരക്ഷയെ ഇത് എങ്ങനെ ബാധിച്ചു എന്ന് സാമ്പത്തിക വിദഗ്ധരും നയവിശകലന വിദഗ്ധരും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നിലവിലുണ്ടായിരുന്ന 100 ദിവസത്തെ തൊഴിൽ എന്നത് പുതിയ പദ്ധതിയിൽ 125 ദിവസമായി ഉയർത്തിക്കൊണ്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനോപാധി അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നീ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ മാത്രമായി പുതിയ പദ്ധതിയിൽ പ്രവൃത്തികൾ ചുരുക്കിയിരുന്നു. മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി വ്യക്തിഗത കൃഷിഭൂമിയിൽ നടത്തിയിരുന്ന പ്രവൃത്തികൾ പുതിയ പദ്ധതി പ്രകാരം അനുവദിക്കില്ല. പദ്ധതിക്കായി ചെലവഴിക്കുന്ന തുകയിൽ വേതനത്തിൻ്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കണമെന്നതാണ് വ്യവസ്ഥ. ഇത് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയാകും എന്ന ആശങ്കയുണ്ട്. അപ്പോൾ പുതിയ തൊഴിൽ പദ്ധതിയിലെ വ്യവസ്ഥകളാണോ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറച്ചത് എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച പരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗതാഗത മന്ത്രി CP ജോൺ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കോഴിക്കോട്ടെ ആ അപകടത്തിന്റെ KSRTCയുടെ അപകടം സംബന്ധിച്ച് നഷ്ടപരിഹാരം അടക്കം അദ്ദേഹം പ്രഖ്യാപിച്ചു. അതായത് ഇതിലിപ്പോൾ ഏജ് ഒരു ഘടകമാണ്. അപ്പോൾ അതൊരു നല്ല
ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവറുടെ ഏജാണ് 30-31 വയസ്സ്. നല്ല അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു, മരിച്ച മിഥിലേഷിനെ കുറിച്ച്. വളരെ സോബറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ മദ്യപിച്ച് നടപടിക്കോ ഒന്നും വിധേയനായിട്ടില്ല. അതുകൊണ്ട് അതൊക്കെയാണ് പരിചയസമ്പന്നനായിട്ട് മാത്രം സർവീസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെ ക്യാരക്ടർ, അവരുടെ ഈ തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, അവർ ശിക്ഷണ നടപടി ഉണ്ടായിട്ടുണ്ടോ അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല. നല്ലൊരു ഡ്രൈവറാണ്. ഇതിലൊരു സാധാരണ നടത്തുന്നത് ഡിപ്പോയിൽ എങ്ങനെ വെച്ചാൽ സ്ഥിരം ഡ്രൈവർമാർ താമരശ്ശേരി റൂട്ട് പോകും, വയനാട് റൂട്ട് പോകും. ഈ എംപാനൽ ഡ്രൈവർമാരെ ഈ ഉറക്കമൊഴിച്ച് ദീർഘദൂര യാത്രയ്ക്ക് വിടുന്ന ഒരു പരിപാടി KSRTC നടക്കുന്നുണ്ട്. ധർമ്മടം പറഞ്ഞതിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. അത് തീർച്ചയായിട്ടും ഇവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരിക്കലും പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥിരം ഡ്രൈവർമാർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, പക്ഷെ അവരും റിട്ടയർമെൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന ആളുകൾ, അവർക്കും പല കണ്ണിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളുണ്ട്. ഇത് വല്ലാത്തൊരു പണിയല്ലേ ഈ വണ്ടി രാത്രി ഓടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഐസൈറ്റ് ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടൊരു ഏജാണ് 31 വയസ്സ്. ഐസൈറ്റിനോ അല്ലെങ്കിൽ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ചിലർക്ക് പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ് ടെമ്പററി എന്നുള്ളതിനേക്കാളും ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നാണ് കുറച്ചും കൂടെ നമുക്ക് സേഫ്റ്റിക്ക് നല്ലത്. അല്ല, ഇപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആളാണ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ. അദ്ദേഹം ബാംഗ്ലൂർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരോഗദൃഢഗാത്രരായിട്ടുള്ള ആളുകളാണ് എപ്പോഴും വണ്ടി ഓടിക്കാൻ നല്ലത്. അവർ പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും. നമുക്ക് ഈ വിഷയത്തിൽ അവസാനിപ്പിക്കാൻ തോന്നും. അത് പുതിയ ഒരു കാര്യമാണ്. അത് ഡ്രൈവർ കം കണ്ടക്ടർ. അല്ല, അതിപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 2-3 അല്ലേ നല്ല മാതൃകയാണത്. നല്ല മാതൃകയാണ്. അതിൽ പറയാം, അതിലിപ്പോൾ എല്ലാ കണ്ടക്ടർമാർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞോട്ടെ, നമ്മളതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കൽ ഇതിൽ നോക്കുമ്പോൾ എല്ലാ കണ്ടക്ടർമാരോടും ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല. അവർ ഡ്രൈവ് ചെയ്യുന്നത് അത്ര കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതിന് എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ വേണം. എഫിഷ്യൻസിയും അതിനുള്ള തയ്യാറും. ഒരു വലിയ വാഹനം കണ്ടക്ടറുടെ ജോലി ചെയ്യുന്നതും ഡ്രൈവറുടെ ജോലി ചെയ്യുന്നതും വല്ല അജഗജാന്തരമുണ്ട് അല്ലേ. അപ്പോൾ അതിന് തയ്യാറായ ആളുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രപ്പോസൽ നല്ലതാണ്. അപ്പോൾ കണ്ടക്ടർമാരിൽ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് താല്പര്യമുള്ളവരെ നോക്കാം. ഇനി പുതുതായിട്ട് ആളുകൾ എടുക്കുമ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കണ്ടക്ടറെ എടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങും കൂടെ, ഹെവി ലൈസൻസ് കൂടെ എടുക്കണമെന്ന് പറയുന്നത് യുക്തിസഹമാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള കണ്ടക്ടർമാരെ ഡ്രൈവർമാരായി കൺവേർട്ട് ചെയ്ത് ലോങ് ട്രിപ്പിലൊക്കെ വിടുന്നത് എനിക്ക് അത്ര, നമുക്ക് ഈ വിഷയം നമുക്ക് തീർക്കാൻ തോന്നും. അവന്റെ കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും കിട്ടും. ഇതൊരു താൽക്കാലിക ജീവനക്കാരന് അപകടത്തിൽ മരിച്ചാൽ ആ കുടുംബം അനാഥമാണ്. ഈ 10 ലക്ഷം രൂപ അവന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പോലും തികയില്ല. അതിലധികം കിട്ടും. ധർമ്മടം നോയിക്കോളും. പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ പത്തനംതിട്ടയിൽ ചൂണ്ടിക്കാട്ടി 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കുകയാണ് അവിടെയുള്ള മോട്ടോർ വാഹന സംഘടനകൾ. അവരിപ്പം തെറ്റി അടിക്കില്ല, ഡ്രൈവർ പണിക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഗതാഗതം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രതിഷേധത്തെ? ഗതാഗത വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. അവിടുത്തെ MP-മാരും MLA-മാരും അസാധാരണമായൊരു പ്രളയമല്ലേ പത്തനംതിട്ടയിലുണ്ടായത്. അതിനെ നേരിടാനായിട്ട് ഓഫ് റോഡ് വണ്ടികളോട് വരാൻ അഭ്യർത്ഥിച്ചു. ഓഫ് റോഡ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ ടയറും പിന്നെ ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിലധികം വെച്ചതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ആഹ്വാനം അനുസരിച്ച് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിലതൊരു കൗതുകമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അവരിറങ്ങി വന്നു. ഇനി അങ്ങനെ ഇറങ്ങി വന്ന ഒരു ഡ്രൈവർ, അൽമീനിയം ഒരു വണ്ടിയുടെ ആൾ, ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഉള്ള അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ
ഒരു ചീത്ത ഉദാഹരണമാണ്. അതിനൊരു താൽക്കാലികമായിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല, സസ്പെൻഷൻ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനമെടുക്കും. ശരി, CP ജോണാണ്, ഗതാഗത മന്ത്രിയാണ് വിശദീകരിച്ചത്. എന്തായാലും ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിന് അപാകതകളൊന്നുമില്ല എന്നതാണ് ഇപ്പോൾ മന്ത്രി കണ്ടെത്തിയിരിക്കുന്നത്. മന്ത്രി മാത്രമല്ല, KSRTCയുടെ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് മന്ത്രി CP ജോൺ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഡ്രൈവർ പരിചയസമ്പന്നനാണ്, മതിയായ വിശ്രമം ലഭിച്ചു. ഒപ്പം അദ്ദേഹത്തിന് 16 മണിക്കൂർ അടക്കം ഇതിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉറക്കക്ഷീണമാവോ അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് മന്ത്രി വയ്ക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്ന കാര്യം. എന്തായാലും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലാണ് മന്ത്രി CP ജോൺ വ്യക്തത വരുത്തുന്നത്. അമേരിക്കയ്ക്ക് പുതിയ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വരികയാണ്. US സൈനികർ ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. ഇറാൻ കരസേനാ മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹിയാണ് അമേരിക്കയ്ക്ക് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനെതിരെ വലിയ നീക്കമുണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കൂടിയാണ് ഇറാൻ സൈനിക മേധാവിയുടെ മറുപടി. രാജ്യത്തിന്റെ അതിർത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ കരസേന പൂർണ്ണ സജ്ജമാണെന്നും സൈനിക നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. US-ഉമായുള്ള ചർച്ചകൾ നേരിട്ടല്ല നടക്കുന്നത്, മറിച്ച് ഇടനിലക്കാരായ മറ്റ് രാജ്യങ്ങളിലൂടെ മാത്രമാണ് സന്ദേശങ്ങൾ കൈമാറുന്നതെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. US മുൻകാല കരാറുകളിൽ ലംഘിച്ചത് കാരണം നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ സാധ്യതയില്ലെന്നു കൂടിയാണ് ഇറാന്റെ നിലപാട്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു കൂട്ടുകെട്ട് അടുത്തിടെ സൗദി അറേബ്യയിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ രൂപീകരിച്ച പ്രതിരോധ കരാറാണ് നമ്മുടെ പുതിയ വെല്ലുവിളി. മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്ന ഈ കരാർ ഒരു സൈനിക സഹകരണ കരാറാണ്. പക്ഷേ നയതന്ത്ര വിദഗ്ധർ ഇത് നാറ്റോ സഖ്യം മാതൃകയിലുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. നാറ്റോ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നാറ്റോ കൂട്ടായ്മയിൽ അംഗമായ ഏതെങ്കിലും രാജ്യത്തിനെതിരെ ആക്രമണം നടന്നാൽ അത് ആ സഖ്യത്തിന് നേരെയുള്ള ആക്രമണമായി കാണുകയും ഒന്നിച്ച് തിരിച്ചടിക്കും എന്നതുമാണ് നാറ്റോയിലുള്ള പൊതുധാരണ. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ പാശ്ചാത്യ നാറ്റോ സഖ്യത്തിന് സമാനമായ ആഴത്തിലുള്ള ഒരു നയതന്ത്ര ഏകീകരണമോ പ്രതികരണ സംവിധാനങ്ങളോ ഏകീകൃത കമാൻഡ് ഘടനയോ നിലവിലുണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സഖ്യത്തിലില്ല. പകരം സൗദിയുടെ സാമ്പത്തിക ശേഷി, തുർക്കിയുടെ പ്രതിരോധ നിർമ്മാണ സാങ്കേതികവിദ്യ, പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എന്നിവയുടെ പരസ്പര സഹകരണമാണ് ഈ കരാറിലൂടെ അവർ ലക്ഷ്യമെടുത്തത്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക നാറ്റോ അല്ലെങ്കിൽ കൂടിയും പക്ഷേ അത് ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷാ താൽപ്പര്യങ്ങളിൽ ഗൗരവമേറിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന സൗദി അറേബ്യ പാകിസ്ഥാനുമായും തുർക്കിയുമായും കൂടുതൽ അടുക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാശ്മീർ വിഷയത്തിൽ നിരന്തരം ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും പാകിസ്ഥാന് സൈനിക സഹായം നൽകുകയും ചെയ്ത രാജ്യമാണ് തുർക്കി. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത പ്രതിരോധ ബന്ധം നിലവിൽ തന്നെയുണ്ട്. ഇതിന് പുറമെയാണ് പുതിയ കരാർ കൂടി വരുന്നത്. ഈ 3 രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ തുർക്കിയിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇത് ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കുമോ എന്ന ആശങ്ക കൂടി ഉയരുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭയവും സുരക്ഷാ ആശങ്കകളും കാരണം സൗദി അറേബ്യ ആവട്ടെ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റിപ്പിടിക്കുക കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങളുമായും ഇസ്രയേലുമായും വളരെ കരുതലോടെയും സമതുലിതവുമായ രീതിയിലും ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യക്ക് ഇത് പുതിയ നയതന്ത്ര വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് നമ്മുടെ രാജ്യം പുതിയ നാറ്റോ നീക്കത്തെ, ഇസ്ലാമിക് നാറ്റോ നീക്കത്തെ വളരെ കരുതൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. വാരാന്ത്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെലവഴിക്കുന്ന ഇടങ്ങളിലൊന്നാണ് ബെഡ്മിനിസ്റ്ററിലെ ഗോൾഫ് ക്ലബ്ബ്. ഈ വാരാന്ത്യത്തിൽ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇവിടെ ട്രംപുള്ള സമയത്ത് സംഭവിച്ചത്. ബെഡ്മിനിസ്റ്റർ ഗോൾഫ് ക്ലബ്ബിന് മുകളിലേക്കെത്തിയ 3 ജനറൽ ഏവിയേഷൻ വിമാനങ്ങൾ ഇവിടുത്തെ വ്യോമയാന നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചു. ഇതിൽ 2 വിമാനങ്ങളെ നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പ്രതിരോധിച്ചു. ഈ വിമാനങ്ങളെ F-16 വിമാനങ്ങൾ പ്രതിരോധം തീർത്ത് സുരക്ഷിതമായി നിയന്ത്രിത വ്യോമപരിധിക്ക് പുറത്തേക്ക് എത്തിച്ചു എന്ന് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെ വാരാന്ത്യത്തിന് ശേഷം ട്രംപ് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെ മറ്റൊരു വിമാനം കൂടി ഇവിടേക്ക് എത്തിയത് ആശങ്കയ്ക്ക് കാരണമായി. ഇതുമൂലം ട്രംപിൻ്റെ മടക്കയാത്ര 13 മിനിറ്റോളമാണ് വൈകിയത്.
രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ട്രംപ് യാത്ര തിരിക്കുന്ന സമയത്ത് റൺവേക്ക് സമീപം എമർജൻസി വാഹനങ്ങളും നിയമപാലകരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിരുന്നു. ആദ്യ 2 വിമാനങ്ങളെ F-16 യുദ്ധവിമാനങ്ങൾ തടയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. ബഡ്മിനിസ്റ്ററിന് പുറത്തുള്ള ജെഫേഴ്സൺ ടൗൺഷിപ്പിന് സമീപം ചെറിയ സെസ്ന ഇനത്തിൽപ്പെട്ടതെന്ന് തോന്നിപ്പിക്കുന്ന വിമാനത്തിനടുത്തേക്ക് F-16 അതിവേഗം എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കുറച്ചു കാലമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ് ഗ്രീൻലാൻഡിലുണ്ട്. ഗ്രീൻലാൻഡിൽ എണ്ണക്കിണർ കുഴിക്കാനുള്ള അമേരിക്കൻ കമ്പനിയുടെ നീക്കമാണിപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അടുപ്പക്കാരന്റെ കമ്പനിയാണ് ഈ നീക്കത്തിന് പിന്നിൽ. ഇതിനെതിരെ ഗ്രീൻലാൻഡ് ഭരണകൂടം രംഗത്തെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിൽ ട്രംപിന്റെ കണ്ണെത്തുന്നത്? ഈ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിയാം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു രാജ്യത്തിന്റെ അനുമതിയില്ലാതെ അവരുടെ മണ്ണിലേക്ക് കപ്പലുകളിൽ വന്നിറങ്ങി എണ്ണ ഖനനം ചെയ്യാൻ ഒരു അമേരിക്കൻ കമ്പനി തുനിഞ്ഞിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, ആർട്ടിക് മഞ്ഞുമലകൾ നിറഞ്ഞ ഗ്രീൻലാൻഡിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു ബിസിനസ് നാടകമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിഴൽ വീണ ഒരു ഡെവലപ്മെന്റ് ആണ്. കോടികളുടെ എണ്ണ നിക്ഷേപം, പിന്നെ TV ഷോകളിലൂടെ നമ്മൾ കണ്ട ലോകപ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൽ, ഇവരൊക്കെ തമ്മിൽ എന്താണ് ബന്ധം? അനുമതിയില്ലാതെ ഗ്രീൻലാൻഡിന്റെ മണ്ണിൽ US കമ്പനി എണ്ണ കമ്പനിയുടെ സാമഗ്രികൾ ഇറക്കി കഴിഞ്ഞു. ഗ്രീൻലാൻഡ് സർക്കാർ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ട്രോങ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ഗ്രീൻലാൻഡ് ഡീൽ? ട്രംപ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കാം. അമേരിക്കയിലെ ടെക്സസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീൻലാൻഡ് എനർജി എന്ന എണ്ണ കമ്പനിയാണ് ഈ ഒരു വിവാദത്തിന്റെ നടുവിൽ നിൽക്കുന്നത്. ഗ്രീൻലാൻഡിലെ വളരെ റിമോട്ട് ആയിട്ടുള്ള മനുഷ്യവാസം കുറഞ്ഞ ജെയിംസൺ ലാൻഡ് എന്ന സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു അസാധാരണമായ സംഭവം നടന്നു. ഒരു വലിയ ടഗ് ബോട്ടും ബോർജും ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് തീരത്ത് അടുപ്പിച്ചു. അതിൽ നിന്ന് ഡസൻ കണക്കിന് കണ്ടെയ്നേഴ്സ് ഇറക്കി. നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. എണ്ണ കുഴിച്ചെടുക്കാനുള്ള ഡ്രില്ലിംഗ് മെഷീനറികളും ലോജിസ്റ്റിക് ഇക്വിപ്മെന്റ്സും ഒക്കെയാണിത്. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണ് എന്ന് വെച്ചാൽ, ഗ്രീൻലാൻഡ് സർക്കാരിൽ നിന്ന് ഇതിനായിട്ട് യാതൊരുവിധ അനുമതിയും ഇവർ വാങ്ങിയിട്ടില്ല. സംഭവം കൈവിട്ടു പോയി എന്ന് മനസ്സിലായതോടെ ഗ്രീൻലാൻഡ് മിനറൽ റിസോഴ്സ് അതോറിറ്റി പരസ്യമായി രംഗത്തെത്തി. ഞങ്ങളുടെ അനുമതിയില്ലാതെ ഇവിടെ ഒരു സാധനവും ഇറക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിച്ച് പ്രോസസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ടൊരു വാർണിംഗ് കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് പെട്ടെന്ന് ഗ്രീൻലാൻഡിൽ ഇത്ര താല്പര്യം വന്നതെന്ന് നോക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം മണി ആൻഡ് റിസോഴ്സസ്. ഗ്രീൻലാൻഡിലെ ജെംസൺ ലാൻഡ് ബേസിനിൽ ഏകദേശം 13 ബില്യൺ ബാരൽ എണ്ണ ഉണ്ട് എന്നാണ് കമ്പനിയുടെ ക്ലെയിം. അതായത് ചുരുങ്ങിയത് $1 ട്രില്യൺ, ഏകദേശം 83 ലക്ഷം കോടി മൂല്യമുള്ള ക്രൂഡ് ഓയിൽ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദി ട്രംപ് കണക്ഷൻ. ഓർമ്മയുണ്ടോ? ട്രംപ് പലപ്പോഴും നിരന്തരം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് നാഷണൽ സെക്യൂരിറ്റിക്കായിട്ട് ഗ്രീൻലാൻഡ് വേണം, അത് ഞങ്ങൾ വാങ്ങും അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന്. ഗ്രീൻലാൻഡ് എനർജി എന്ന കമ്പനിയുടെ ചെയർമാൻ ലാരി സ്വെറ്റ്സ് ഉൾപ്പെടെയുള്ള മുൻനിര ബോർഡ് അംഗങ്ങൾ ട്രംപിന്റെ അടുത്ത രാഷ്ട്രീയ വൃത്തങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ്. കൂടാതെ ട്രംപിന്റെ ഗോൾഡൻ ഡോം മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിൽ പ്രവർത്തിക്കുന്ന മുൻ US നേവി ഉദ്യോഗസ്ഥരും ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുണ്ട്. ഗ്രീൻലാൻഡ് എനർജി വലിയൊരു ഡ്രില്ലിംഗ് ക്യാമ്പയിൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. കമ്പനി ആദ്യം 2 എക്സ്പ്ലോറേറ്ററി വെൽസ് ഡ്രില്ല് ചെയ്യാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഓരോ വെല്ലും, അതായത് ഓരോ കിണറും ഏകദേശം 3500 മീറ്റർ വരെ ആഴത്തിൽ പോകുന്ന തരത്തിലുള്ളതാണ്. ഇനി ആദ്യത്തെ ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം $60 മില്യൺ വരെ ചെലവാക്കുമെന്നാണ് കമ്പനി ഫയലിംഗ്സ് വ്യക്തമാക്കുന്നത്. 2026 ഒക്ടോബറിൽ ഡ്രില്ലിംഗ് ആരംഭിക്കുകയാണ് ടാർഗറ്റ്. ഇതിനായിട്ട് ഡ്രില്ലിംഗ് റിഗ്, പൈപ്സ്, ജനറേറ്റേഴ്സ്, ക്രെയിനുകൾ, ബാക്കി വെഹിക്കിൾ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് തുടങ്ങി വലിയ തോതിലുള്ള എക്വിപ്മെന്റ് ഗ്രീൻലാൻഡിലേക്ക് എത്തിക്കാനുള്ള ലോജിസ്റ്റിക്സ് തയ്യാറായി കഴിഞ്ഞു. കമ്പനി ഹാലിബർട്ടൺ പോലുള്ള വലിയ ഓയിൽ സർവീസസ് പ്ലെയറിനുമായിട്ട് എഗ്രിമെന്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇതൊരു ഐഡിയ മാത്രമല്ല, ഇപ്പോൾ ഇതൊരു ഫുൾ സ്കെയിൽ ഓപ്പറേഷൻ, ഒരു എക്സ്പ്ലോറേഷൻ ഓപ്പറേഷന്റെ ഗ്രൗണ്ട് വർക്ക് ഇതിനകം നടക്കുകയാണ്. കമ്പനി ഉടമകൾ പറയുന്നു ഇത് അധിനിവേശമല്ല, വെറും ബിസിനസ് ആണെന്ന്. എന്നാൽ അപ്പുറത്ത് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഗ്രീൻലാൻഡിന് മുകളിൽ താൻ ഭീമനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഹലോ ഗ്രീൻലാൻഡ് എന്ന് പോസ്റ്റ് ഇടുന്നു. ഇത് വെറും ഒരു യാദൃശ്ചികതയാണ് എന്ന് കരുതാൻ പറ്റില്ലല്ലോ. ഇനി ഗ്രീൻലാൻഡ് എന്തുകൊണ്ടാണ് ഇത്ര സെൻസിറ്റീവ് ആകുന്നത് എന്ന് ചോദിച്ചാൽ, ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമായ ഒരു സെമി ഓട്ടോണോമസ് ടെറിട്ടറിയാണ്. പക്ഷേ നാച്ചുറൽ റിസോഴ്സസ് സംബന്ധിച്ച പ്രധാനമായ തീരുമാനങ്ങൾ ഗ്രീൻലാൻഡിന്റെ ഇലക്റ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസിനാണ് ഉള്ളത്. അതുകൊണ്ട് വാഷിംഗ്ടണിൽ ഇരുന്ന് ആരെങ്കിലും ഗ്രീൻലാൻഡിൽ എന്ത് ഡ്രില്ല് ചെയ്യണമെന്ന് തീരുമാനിക്കാനാകില്ല.
ഇനി അതേസമയം ഗ്രീൻലൻഡ് ഒരു സാധാരണ ഭൂമിയല്ല. ആർട്ടിക്കിന്റെ നടുക്കുള്ള ഇനോർമസ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ആർട്ടിക് റൂട്ട്സ് ഇവയുടെ ഇടയിൽ ഗ്രീൻലൻഡിന്റെ ലൊക്കേഷൻ വളരെ വളരെ ക്രിട്ടിക്കൽ ആണ്. അതുകൊണ്ടാണ് ട്രംപ് പലതവണ ഗ്രീൻലൻഡിനെ കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഗ്രീൻലൻഡിനെ US നാഷണൽ സെക്യൂരിറ്റിയോട് ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മിസൈൽ ഡിഫൻസ്, അതുപോലെ ആർട്ടിക് സെക്യൂരിറ്റി, റഷ്യയെ മോണിറ്റർ ചെയ്യൽ, പുതിയ ആർട്ടിക് റൂട്ട്സ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഗ്രീൻലൻഡിന്റെ സ്ട്രാറ്റജിക് വാല്യൂ വളരെ വലുതാണ്. ഇനി ഇപ്പോഴത്തെ ഏറ്റവും കൗതുകരമായ ഒരു ഘടകമുണ്ട്. അതെന്ന് പറയുന്നത് ഡോക്ടർ ഫില്ലാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ TV ഷോകളിലൂടെ കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ പ്രശസ്തനായ 75 വയസ്സുള്ള അമേരിക്കൻ പോപ്പുലർ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റും ടോക്ക് ഷോ ഹോസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ഫിൽ എങ്ങനെയാണ് ആർട്ടിക് മഞ്ഞുമലയിലെ ഈ ഒരു ഡ്രില്ലിംഗ് റിഗിലെത്തിയത്. ഗ്രീൻലൻഡ് എനർജിയുമായി കൈകോർത്ത് ഡോക്ടർ ഫിൽ ഒരു ബൃഹത്തായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർട്ടിക് വൈൽഡ് കാറ്റേഴ്സ് എന്ന പേരിൽ 6 ഭാഗങ്ങളുള്ള ഒരു ഡോക്യുമെന്ററി സീരീസ് ഇവർ ഷൂട്ട് ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണവേട്ട എന്ന് വിശേഷിപ്പിച്ചാണ് ഡോക്ടർ ഫിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഡ്രില്ലിംഗ് പ്രൊജക്ടിന് ജനപിന്തുണ ഉണ്ടാക്കാനുമാണ് ഡോക്ടർ ഫില്ലിനെ പോലെ ഒരു പ്രമുഖനെ കമ്പനി ഇറക്കിയിരിക്കുന്നത്. തങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത് വലിയ ചരിത്രപരമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം തന്റെ പോഡ്കാസ്റ്റുകളിൽ പറയുന്നത്. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ ലീഗൽ ബോംബ് പൊട്ടുന്നത്. 2021 നിരോധനമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് 2021 പുതിയ എണ്ണ ഖനന ലൈസൻസസ് നൽകുന്നത് ഗ്രീൻലൻഡ് സർക്കാർ പൂർണ്ണമായും നിർത്തിവെച്ചതാണ്. അതുപോലെ രണ്ടാമത്തേത് റാംസർ സൈറ്റ്, അതായത് ഈ US കമ്പനി എണ്ണ കുഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ജെൻസൺ ലാൻഡ് പ്രദേശം അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ വെറ്റ്ലാൻഡ്, അതായത് തണ്ണീർത്തട സംരക്ഷണ മേഖലയാണ്. അവിടെ ഡ്രില്ലിംഗ് നടത്തിയാൽ ഗുരുതരമായ പരിസ്ഥിതി നാശം സംഭവിക്കും. പഴയത് UK കമ്പനിയുടെ ലൈസൻസിന്റെ ലൂപ്പ് ഹോൾ പിടിച്ചാണ് ഈ അമേരിക്കൻ കമ്പനി സ്റ്റോക്ക് കൈക്കലാക്കാൻ നോക്കുന്നത്. പക്ഷേ ഗ്രീൻലൻഡ് നിയമപ്രകാരം പരിസ്ഥിതി അനുമതി ഇല്ലാതെ ഒരു തരി മണ്ണ് പോലും മാറ്റാൻ കഴിയില്ല. പരിസ്ഥിതി പരിശോധനയ്ക്ക് തന്നെ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ കമ്പനി എന്താണ് പറയുന്നത് നോക്കിയാൽ, വരുന്ന സെപ്റ്റംബറിൽ 300 കണ്ടെയ്നറുകളുമായി അടുത്ത കപ്പൽ കാനഡയിൽ നിന്ന് പുറപ്പെടും. ഒക്ടോബറിൽ ഞങ്ങൾ ഡ്രില്ലിംഗ് തുടങ്ങുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് വലിയൊരു പവർ സ്ട്രഗിൾ അഥവാ ഒരു വലിയൊരു നിയമ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു വശത്ത് തങ്ങളുടെ പരമാധികാരവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ പോരാടുന്ന ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഗ്രീൻലാൻഡ്, മറുവശത്ത് ട്രംപിന്റെ രാഷ്ട്രീയ നിഴലിൽ ഡോക്ടർ ഫില്ലിന്റെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ തന്നിഷ്ടപ്രകാരം എണ്ണ കുഴിച്ചെടുക്കാൻ എത്തിയ അമേരിക്കൻ കമ്പനി. ഇതൊരു വെറും ബിസിനസ് തർക്കമല്ല. ആർട്ടിക് മേഖലയിലെ അമേരിക്കൻ മേധാവിത്വം ഉറപ്പിക്കാനുള്ള ട്രംപിന്റെയും അനുയായികളുടെയും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിമിന്റെ തുടക്കമാണോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഗ്രീൻലൻഡ് ഈ ഒരു കമ്പനിയെ തുരത്തുമോ, അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ? കാത്തിരുന്ന് കാണാം. അർജുന ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്തും. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നടപടി ആരംഭിച്ചു. ഇയാൾക്കെതിരെ 23 കേസുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആയിങ്കി കണ്ണൂരിലെത്തിയതെന്നും ഇയാൾക്ക് ലോഡ്ജിൽ താമസിക്കാൻ ചിലർ സഹായം ചെയ്തുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർജുൻ ആയിങ്കിയെ സഹായിച്ചവർക്കായും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം ആയിങ്കിയുടെ FB പേജ് കൈകാര്യം ചെയ്തിരുന്നതായി കരുതുന്ന വിഷ്ണുവും ഒളിവിലാണ്. സുമേഷ് മൊറാഴ ഒപ്പമുണ്ട്. സുമേഷ്, ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതണോ? കാരണം കാപ്പ ചുമത്തപ്പെടുന്നു, ഒപ്പം തന്നെ ഇയാൾക്ക് ഒളിവിൽ സംരക്ഷണം കൊടുത്തവരെ കൂടിയാണോ പോലീസ് തേടുന്നത്? തീർച്ചയായും സജിത്ത്, ഏതായാലും ഈ അർജുൻ ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് തന്നെ ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി നൽകുക. ജില്ലാ പോലീസ് മേധാവി മുഖേനയാണ് റിപ്പോർട്ട് നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു അന്തിമ നടപടിക്രമങ്ങൾ ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളെ ഇനിയും പിടികൂടാനുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതായത് ആയിങ്കിക്ക് സഹായം നൽകുക, അതായത് ആയിങ്കിയെ ഒളിവിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകുക, യാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുക, അല്ലെ പണം നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇനിയും പിടികൂടാനുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാനുള്ള തീരുമാനത്തിലാണ് സജ്ജത്ത്. അതാണ് സാഹചര്യം. എന്തായാലും അർജുൻ ആയിങ്കിയെ കുടുക്കാൻ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അർജുൻ ആയിങ്കിക്കെതിരെ കൂടുതൽ വകുപ്പുകളടക്കം ചുമത്തിയുള്ള നീക്കമാണ് പോലീസ് ഉണ്ടാവുന്നത്. വിദേശ പരാമർശത്തിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെ ഇന്ന്
തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കുകയാണ്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലെ വിദ്വേഷപരവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിലുമാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. TG മോഹൻദാസിനെ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെ കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത TG മോഹൻദാസ് കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിഴവുകൾ സംഭവിക്കുന്നു, വേണ്ടത്ര ജാഗ്രത കാട്ടുന്നില്ല, എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ വലിയ വിമർശനത്തിന് ഇടവച്ചതാണ്. കേസെടുത്തെങ്കിലും തുടർ നടപടികൾ വൈകി എന്ന ആക്ഷേപം ഉണ്ടായതാണ്. ഒടുവിൽ ഇതാ TG മോഹൻദാസ് നിയമത്തിന്റെ കുരുക്കിലാണ്. യൂട്യൂബ് ചാനലിലൂടെ എന്തും വിളിച്ചു പറയാം എന്ന തരത്തിലേക്ക് ഉള്ള പ്രസ്താവനകൾ നടത്തി TG മോഹൻദാസിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വനിതാ സംഘടനകളുടെ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴേക്കും ഇദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവരും? ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്, എന്താണ് നീക്കം? മോഹൻദാസിനെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഇപ്പോൾ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് സ്റ്റേഷനിലാണ് മോഹൻദാസ് ഉള്ളത്. രാത്രി ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ വലിയ വിമർശനം ഉയർന്നു വന്നു. അർജുൻ ആംഗി കൂടി അറസ്റ്റ് ആയതോടുകൂടി എന്തുകൊണ്ട് RSS സൈദ്ധാന്തികനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല, ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് തയ്യാറാകുന്ന ചോദ്യം വലിയ വിമർശന രൂപത്തിൽ ആഭ്യന്തര വകുപ്പിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ഉയർന്നു വന്നു. ആ സാഹചര്യത്തിലായിരുന്നു അറസ്റ്റ്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് ആസ്ഥാനത്ത്. 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് കൂടി VNS വകുപ്പ് കൂടി ഇന്ന് ചോദ്യം ചെയ്തതിനിടെ മോഹൻദാസിന് മേൽ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല. വളരെ മോശമായി അശ്ലീല പരാമർശം തന്നെ പെൺകുട്ടികൾക്കെതിരെ നടത്തിയ RSS സൈദ്ധാന്തികനാണ് TG മോഹൻദാസ്. കലാപാഹ്വാനം നടത്തി, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കേണ്ട ആഹ്വാനം നടത്തി തുടങ്ങിയ ആരോപണങ്ങളും ഉണ്ട്. വളരെ മോശമാണ്. ജന്തർ മന്ദിർ സമരത്തിൽ പങ്കെടുത്ത സമരക്കാരെ, അതൊരു പെൺകുട്ടികളടക്കമുള്ള വളരെ മോശം ഭാഷയിലാണ് അയാൾ വിമർശിച്ചത്. അതിൻ്റെ പേരിലാണ് മോഹൻദാസിനെതിരെ സൈബർ പോലീസ് കേസെടുത്തത്. വളരെ വൈകിയാണെങ്കിലും ഇന്നലെ പോലീസ് കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. 11 മണിയോടുകൂടി മോഹൻദാസിനെ തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് വൈദ്യ പരിശോധനയും ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ RSSും BJPയും ഒക്കെ മോഹൻദാസിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരുന്നു. എന്തിനാണ് ഇത്തരമൊരു RSSന്റെ നിലപാടല്ല എന്ന നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു. പക്ഷേ ഇന്നലെ അറസ്റ്റിന് ശേഷം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിൻ്റെ വാർത്താക്കുറിപ്പ് വന്നത് മോഹൻദാസിനെ പിന്തുണച്ചുണ്ട്. അല്ലെങ്കിൽ മോഹൻദാസിനെതിരെയുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന തീരമേഖലയിൽ അടക്കം സർക്കാരിൻ്റെ വീഴ്ചകൾ തുറന്നു കാട്ടുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം വഴിമാറ്റാൻ, അതുപോലെ തന്നെ മതമൗലികവാദികളുടെ കൈയ്യടി നേടാനുമാണ് ഈ ഒരു അറസ്റ്റ് എന്ന ആരോപണമാണ് BJP ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. പക്ഷേ BJP നേതാക്കളാരും BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്താണ് മോഹൻദാസിനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന സൈബർ പോലീസ് ആസ്ഥാനം. എന്നാൽ ഇതുവരെയും അവിടേക്ക് നേതാക്കളാരും എത്തിയിട്ടില്ല. അത്തരത്തിൽ പിന്തുണ പരസ്യമായി BJP ആ രീതിയിൽ നൽകുന്നില്ല. പക്ഷേ മോഹൻദാസിനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP രംഗത്ത് വന്നിട്ടുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും TG മോഹൻദാസിനെ തള്ളിപ്പറയാൻ സംഘപരിവാർ നേതാക്കളും തയ്യാറായിരുന്നു. പക്ഷേ അതിനപ്പുറം RSS സൈദ്ധാന്തികൻ എന്ന റോളിൽ തന്നെ നിലപാടെടുത്തിരുന്ന TG മോഹൻദാസിനെ ഇന്ന് എന്തെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. ലോക് ഭവന്റെ നിർദ്ദേശമാണ് ഇതെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോപണം ലോക് ഭവൻ തന്നെ നിഷേധിച്ചു എന്നതാണ് സാഹചര്യം. ഇതോടെയാണ് സർക്കാർ കൂടുതൽ കുരുക്കിലായത്. എന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തയ്യാറാക്കിയ പ്രോട്ടോക്കോളിൽ വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ജില്ലകളിലും ഈ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. VV അരുൺ ചേരുന്നു. അരുൺ, ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ, ഉത്തരവുണ്ടാക്കിയ വിവാദം, അത് സർക്കാരിന് വലിയ ക്ഷീണമാണ്. അതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നൊരു വിഷയം ഒരു വശത്ത്. എന്തായാലും ഈ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരത്തിൻ്റെ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടാതിരിക്കാനുള്ള കൂടുതൽ ജാഗ്രത കാട്ടൽ സർക്കാരിൽ നിന്നുണ്ടാവുമെന്ന് കരുതണം. അങ്ങനെയാണോ പ്രതീക്ഷിക്കേണ്ടത്?
സഹിത്ത് വന്ദേമാതരം സർക്കാരിന് ആദ്യമായല്ല തലവേദനയാകുന്നത്. വി ഡി സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരുന്നു. നേരത്തെ തന്നെ സംഘപരിവാർ അനുകൂല നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്നയാളാണ് സതീശൻ എന്ന വിമർശനം CPM ഉന്നയിക്കാറുള്ളതാണ്. പക്ഷേ അന്ന് ഇത് വന്ദേമാതരം ആലപിച്ചത് സംസ്ഥാന സർക്കാർ തീരുമാനപ്രകാരമല്ല, ലോക് ഭവൻ്റെ നിർദ്ദേശം അനുസരിക്കുക നമ്മുടെ ചടങ്ങുകൾ ക്രമീകരിച്ച ലോക് ഭവനാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായും ആലപിക്കേണ്ടി വന്നത്. പരിപാടിക്കിടെ നിർത്തിപ്പോകാൻ കഴിയില്ലോ എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രം ഈ വന്ദേമാതരം ദേശീയ ഗീതമായി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ചടങ്ങിന് വന്ദേമാതരം ആലപിക്കണം, സംസ്ഥാന ഗീതത്തിന് ശേഷം വന്ദേമാതരവും ആലപിക്കണം എന്ന നിർദ്ദേശം സംസ്ഥാന ചീഫ് സെക്രട്ടറി വകുപ്പുകൾക്ക്, പ്രത്യേകിച്ച് തദ്ദേശ വകുപ്പിന് നൽകിയത്. അതാണ് വീണ്ടും വിവാദത്തിനിടയാക്കിയത്. എന്നാൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യാഘോഷ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തുന്നത്. അവിടെ പ്രോട്ടോകോൾ വകുപ്പ് GID വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രോട്ടോക്കോളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ നിലപാട് അതാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെ 14 ജില്ലകളിലും ആ രീതിയിൽ തന്നെ 14 ജില്ലകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും അതേ പ്രോട്ടോകോൾ മാത്രമേ പാലിക്കുകയുള്ളൂ. ചീഫ് സെക്രട്ടറിയുടെ പ്രോട്ടോകോൾ നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നേരത്തെ CP ജോൺ മന്ത്രി അടക്കം അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം പറഞ്ഞത് സർക്കാർ പലപ്പോഴും സംഘപരിവാർ അജണ്ടകൾക്ക് കുടപിടിക്കുന്നു, കൂട്ടുനിൽക്കുന്നു. എന്തുകൊണ്ട് ഈ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല? അത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് സർക്കാർ തയ്യാറാകുമോ? ചീഫ് സെക്രട്ടറിയെ തള്ളി ആ ചീഫ് സെക്രട്ടറിയുടെ ആ നിർദ്ദേശത്തെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? തിരുത്തിക്കൊണ്ട് പുതിയൊരു കത്ത് തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയോട് സർക്കാർ ആവശ്യപ്പെടുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വന്ദേമാതരം പാടുന്ന തരത്തിലൊരു പ്രോട്ടോകോൾ ആകില്ല ഈ സ്വാതന്ത്ര്യാഘോഷ പരിപാടികൾ സംസ്ഥാന സർക്കാരിന് സർക്കാർ അസന്ദിഗ്ധമായി വ്യക്തമാക്കുമ്പോഴും വിവാദം അവസാനിക്കുന്നില്ല. എന്തിനാണ് സർക്കാർ നിലപാടല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ എതിർക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ഇത്തരമൊരു കത്ത് വകുപ്പ് നൽകണമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എങ്ങനെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് അറിയേണ്ടത്. ചീഫ് സെക്രട്ടറിയുടെ വിവാദ കത്ത്, ആ സർക്കുലർ തിരുത്താൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ സർക്കുലർ പിൻവലിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആയുധമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സർക്കാർ കേന്ദ്രങ്ങളും വളരെ ജാഗ്രതയിലാണ്. വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗം പാടിയാൽ മതിയെന്നാണ് തങ്ങളുടെ നിലപാടെന്നാണ് മന്ത്രി CP ജോൺ പറയുന്നത്. CMB എന്ന പാർട്ടിയുടെ നിലപാട് കൂടിയാണ് CP ജോൺ, മന്ത്രിസഭാംഗം കൂടിയായ CP ജോൺ പറയുന്നത്. വന്ദേമാതരം മനോഹരമായ ഗാനമാണ്, പക്ഷേ അതിൽ ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. അതിനാൽ വലിയ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കോഴിക്കോട് 10 കോടിയോളം രൂപ മുതൽ മുടക്കിയിട്ടും പണി പൂർത്തിയാവാത്ത DPR പ്രകാരം നിർമ്മിക്കാൻ കഴിയാത്ത മാർക്കറ്റ് കെട്ടിടം മലപ്പുറം നഗരത്തിൻ്റെ തെറ്റായ ആസൂത്രണ മാതൃകയുടെ അടയാളമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി തുടങ്ങിവെച്ച ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ നിലവിലുള്ളവർക്ക് ആലോചന പോലുമില്ല. ഇതെല്ലാം മുൻനിർത്തി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇടതുപക്ഷം. മലപ്പുറം നഗരത്തിലെ പണി തീരാത്ത വികസന മാതൃകകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുതിയ മാർക്കറ്റ് കെട്ടിടം. 2020 നിർമ്മാണം തുടങ്ങിയതാണ് ഇവിടെ. 2025 കഴിഞ്ഞ ഭരണസമിതി അവരുടെ കാലം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ഉദ്ഘാടനവും കഴിച്ചു. അന്നാണ് ഈ കോണിയും പാലമൊക്കെ വയ്ക്കുന്നത്. പക്ഷെ അതിനപ്പുറം 5 വർഷമായിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട DPR പൂർണ്ണമായിട്ടും അംഗീകരിച്ചല്ല ഈ ഒരു മാർക്കറ്റിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷമായ ഇടതുപക്ഷം ആരോപിക്കുന്നത്. കാരണം ഇതിൽ അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ഇതിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ചല്ല ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയും അടുത്തുള്ള കെട്ടിടങ്ങളുടെ സാഹചര്യമൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു പ്രദേശം ഇവിടെ ഈ മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ DPR തയ്യാറാക്കിയത്. ഈ DPR അനുസരിച്ച് ഈ മാർക്കറ്റ് പൂർത്തീകരിക്കണമെങ്കിൽ അടുത്ത കെട്ടിടം കൂടി പൊളിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ ഒരു തരത്തിലും ആസൂത്രണമില്ലാതെയാണ് ഈ ഒരു കെട്ടിട നിർമ്മാണമെന്നാണ് ഒന്നാമതായിട്ട് ഉയരുന്ന ആരോപണം. അതിൻ്റെ തുടക്കം മുതൽ തന്നെ പാളിപ്പോയ ഒന്നാണത്. കാരണം ഈ കെട്ടിടം ഇത് 2015-20 കാലഘട്ടത്തിലാണ് ഇതിനാവശ്യമായ DPRും അതേപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കും. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കുകയായിരുന്നു ഈ DPR തയ്യാറാക്കാൻ. ഇത് തയ്യാറാക്കി
അതിന് ഏകദേശം 10-15 ലക്ഷത്തോളം രൂപ ഇവർക്ക് ഇതിൻ്റെ ഫീ ആയിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു DPR തയ്യാറാക്കിയവർക്ക്. എന്നാൽ പിന്നീട് ഇത് 2020 ശേഷമാണ് പുതിയ ഇതല്ലത് തൊട്ട് മുമ്പത്തെ കൗൺസിലിൻ്റെ കാലത്താണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് അറിയുന്നത് ആ DPR പ്രകാരം ആ പ്ലാൻ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള കെട്ടിടം ആ സ്ഥലത്ത് കൊള്ളില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇഷ്ടംമാതിരി എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഒക്കെ ഉള്ള സംവിധാനം, ഒരാൾ പോലും അത് എന്താണെന്ന് ഏതാണെന്ന് പരിശോധിക്കാത്തതിൻ്റെ ഒക്കെ ഭാഗമായിക്കൊണ്ടാണ് അവസാനം ആ ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. അവരോട് പറഞ്ഞു ഈ കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എല്ലാവർക്കും റൂം തരാം. പക്ഷെ ഫലത്തിൽ എന്താ വെച്ചാൽ അതിനാർക്കും റൂം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആ കെട്ടിടത്തിൻ്റെ പാതി ഭാഗം ഒഴിവാക്കി നമ്മളെ ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു സമീപനം അന്ന് ചെയ്തത്. അവസാനം ഉള്ള സ്ഥലത്ത് ഉള്ള രൂപത്തിലേക്ക് ഒന്ന് ഉണ്ടാക്കിയെടുത്തു. പ്ലാൻ അനുസരിച്ചല്ല, പ്ലാനിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി കൊണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ആ കെട്ടിടം ഉണ്ടാക്കിയത്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ കനത്ത വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. നിറയെ ഈ താഴെ ഭാഗം മുഴുവൻ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം. മുൻപ് ഇവിടെ വലിയ ഡ്രൈനേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡ്രൈനേജുകൾക്കൊന്നും സ്ഥലം കണ്ടെത്താതെയാണ് ഈ ഒരു കെട്ടിടം പണിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്ന രണ്ടാമത്തെ ആക്ഷേപം. അപ്പോൾ ഡ്രൈനേജ് ഒഴുകിപ്പോകേണ്ട വെള്ളം മുഴുവൻ ഇവിടെയെല്ലാം കെട്ടിക്കിടക്കുന്നതും ഒരു പ്രധാന പ്രശ്നമായിട്ടാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. അതിൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മാർക്കറ്റിനകത്തു കൂടെ വലിയ രൂപത്തിലേക്കുള്ള 3-4 ഡ്രൈനേജ് വലിയ വരമ്പയ്ക്ക് പോകുന്ന സ്ഥലമാണത്. ആ ഡ്രൈനേജുകൾ മുഴുവൻ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് അവിടെ ആ കെട്ടിടം ഉണ്ടാക്കിയത്. എന്നാൽ ആ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഈ രൂപത്തിലേക്ക് ഡ്രൈനേജ് സംവിധാനം അല്ല അണ്ടർഗ്രൗണ്ട് സംവിധാനം ഒന്നും ചെയ്യാതെ വാരി വലിച്ച് ആ കെട്ടിടം ഉണ്ടാക്കി. ഇപ്പോൾ അതിനകത്ത് ഒരാളെ ഉയരത്തിൽ വെള്ളം നിൽക്കുകയാണ്. ഒരു കാരണവശാലും ആ വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാകുന്ന സാഹചര്യം ഇല്ല. അത് ഇനി എന്തെങ്കിലും പ്രത്യേക രൂപത്തിലേക്ക് ഒരു സംവിധാനം കണ്ടെത്തി ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അത് ആ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയൂ. വെള്ളക്കെട്ട് മൂലം അവിടെ തൊട്ടടുത്തുള്ള കടക്കാർക്ക് അവിടെ കച്ചവടം നടത്തുന്നതിനോ അവിടെ കാൽനട യാത്രക്കാർക്ക് പോകുന്നതിനോ ഒന്നും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അതിലെ വലിയ ഡ്രെയിനേജുകൾ കടന്നു പോകുന്ന അത് ഒരു ധാരണയും ഇല്ലാതെ അതൊക്കെ പൊളിച്ചു നീക്കി അവിടെ കൊള്ളാത്ത ആ സ്ഥലത്തിന് യോജ്യമല്ലാത്ത രീതിയിലൊരു പ്ലാന് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അവിടെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി തയ്യാറായിട്ടില്ല. പൂർണ്ണമാക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കിയെന്നല്ലാതെ ഇപ്പോൾ അതിന് ശേഷം വന്നുള്ള ഭരണസമിതിയും അതിനെ പറ്റി വേറെ രീതിയിലൊരു പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, ഒന്നും പറയുന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്താണെങ്കിലും മുൻ ഭരണസമിതി തിടുക്കപ്പെട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചതാണ് ഈ കെട്ടിടം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാൻ കാരണമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധത്തിനാണ് അവർ ഒരുങ്ങുന്നത്. അതേസമയം ഇവിടുത്തെ കച്ചവടക്കാർക്ക് വലിയ നിരാശയാണ് ഇക്കാര്യത്തിലുള്ളത്. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് അവർ നിന്നിരുന്ന സ്ഥലം ഒഴിവാക്കി ഈ ഒരു കെട്ടിടത്തിനായിട്ട് സ്ഥലം ഏറ്റെടുത്തപ്പോൾ അവർ മാറി നിന്നത്. പുതിയ കെട്ടിടത്തിൽ അവർക്ക് സ്ഥലം കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ 5 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്നതിൻ്റെ സങ്കടമാണ് പലരും പങ്കുവെക്കുന്നത്. അതല്ല, അതിൻ്റെ മേലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതാണുള്ളത്. ഒന്നും ആയിട്ടില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ലൊരു സമുച്ചയം കോട്ടപ്പടി ടൗൺ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ അവതാളത്തേക്ക് എടുക്കുകയാണ്. മലപ്പുറം നഗരസഭ ഇതിൽ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ്. ഇനിയും ഫണ്ട് ലഭിക്കേണ്ടതുണ്ട് ഇതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഒട്ടേറെ ഇതൊരു പകുതി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഡ്രൈനേജ് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഫണ്ട് ലഭിച്ചാലേ പൂർത്തീകരിക്കാനാകൂ. മാത്രമല്ല അവിടെ DPRലെ പിഴവിനെ കുറിച്ചൊന്നും അവരാരും സംസാരിക്കാനും തയ്യാറാകുന്നില്ല. എന്നാണെങ്കിലും 9 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഒരു കെട്ടിടം ഇത് ഇപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. മാത്രമല്ല മലപ്പുറം നഗരത്തിൽ ഏറെ സ്ഥലപരിമിതിയുണ്ട്. അവിടെ ഈ മാർക്കറ്റൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം എത്രമാത്രം തിങ്ങി നിറഞ്ഞാണ് ഇവിടെ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു മാർക്കറ്റ് കെട്ടിടം. പക്ഷേ അത് ഇപ്പോഴും എവിടെയും എത്താതെ കോട്ടയത്തെ ആകാശ പാലം പോലെ എവിടെയും എത്താതെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിനാണ് ഇടതുപക്ഷം ഒരുങ്ങുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതിയാകട്ടെ ഇക്കാര്യത്തിൽ
എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകുന്നുമില്ല. CB അനുമോദ്, ന്യൂസ് 18. മഴയും പ്രകൃതിയും സാഹസികതയും ഒരുമിച്ച് ചേർന്ന മൺസൂൺ മാജിക് ഫെസ്റ്റിവലിന് തട്ടേക്കാട് മിനി സ്വിറ്റ്സർലാൻഡിൽ ആവേശകരമായ സമാപനം. കോതമംഗലത്തിന് മഴക്കാല സൗന്ദര്യവും പ്രകൃതി സാഹസിക വിനോദസഞ്ചാര സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണുണ്ടായത്. സമാധാന ദിവസം സംഘടിപ്പിച്ച ബൈക്ക് റൈഡ് കോതമംഗലത്ത് നിന്നും ആരംഭിച്ച് നേര്യമംഗലം, മാമലക്കണ്ടം, കുട്ടമ്പുഴ വഴി തട്ടേക്കാട് മിനി സ്വിറ്റ്സർലാൻഡിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഡി കുര്യാക്കോസ് MP മുഖ്യാതിഥി. പൂർണ്ണമാവുന്നു. നമസ്കാരം.